നിങ്ങളുടെ ഓർമ്മകൾ ഞാൻ കുറച്ചൊരു പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. 1975 ഒക്ടോബർ 27. ഏതാണ്ട് നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മലയാറ്റൂര് കെ ജയകുമാർ, ഏഴാച്ചേരി രാമചന്ദ്രൻ തുടങ്ങി സാഹിത്യ ലോകത്ത് അറിയപ്പെടുന്ന സർഗധനരായ കുറച്ച് അധികം ആളുകൾ വിഷാദരായി കൂട്ടിയും നിൽക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഡോക്ടർ വരാൻ കാത്തു നിൽക്കുകയാണ്. വയലാറിന് പ്രധാനപ്പെട്ട വയലാർ രാമവർമ്മ എന്ന കവിക്ക് പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. വയലാർ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ മലയാറ്റൂർ രാമകൃഷ്ണനെ പോലെ പല ആളുകളും ഉത്കണ്ഠയോട് അവിടെ നിൽക്കുമ്പോൾ ഡോക്ടർ വാര്യർ പുറത്തേക്ക് ഇറങ്ങി വന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എന്നാണ് അന്ന് അതിന് സാക്ഷ്യം വഹിച്ച ചില ആളുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഞാൻ പരമാവധി ശ്രമിച്ചു, പക്ഷേ കുട്ടൻ കടന്നുപോയി എന്നാണ് പറയുന്നത്. വയലാർ അന്തരിച്ചു എന്നുള്ള പേടിപ്പിക്കുന്ന നടുക്കുന്ന വാർത്തകൾ അതിൽ പകച്ചു നിൽക്കുകയായിരുന്നു കുറച്ചു നേരം മെഡിക്കൽ കോളേജിൽ തടിച്ചുകൂടിയ ആളുകൾ മുഴുവൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ആ വാർത്ത കാട്ടുതീ പോലെ പുറത്തേക്ക് വരുന്നു. മലയാള ചലച്ചിത്ര ഗാനങ്ങളെ കവിതയോട് അടുപ്പിക്കുകയും ഏറ്റവും വലിയ നിസ്വന്റെ പാട്ടുകൾ പാടാൻ താല്പര്യം കാണിക്കുകയും ചെയ്ത കവി കാലയവനികയ്ക്കുള്ളിലേക്ക് കടന്നുപോയി എന്നുള്ള വാർത്ത അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ആളുകളെ ഞെട്ടിച്ചു. സിനിമാ ലോകം മാത്രമല്ല, അദ്ദേഹത്തിനെ ആരാധനയോടെ കണ്ട അസംഖ്യം സിനിമാ പ്രേമികൾ, സാഹിത്യ ലോകത്തെ ആളുകൾ, എഴുത്തുകാർ, സർഗധനരായ കവികൾ എന്ന് വേണ്ട വയലാറിൽ കവിത്വം കണ്ട പല ആളുകളെയും നടുങ്ങിപ്പോയ നിമിഷമായിരുന്നു അത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ചെങ്ങമ്പുഴ എന്ന് പറയുന്ന കവിയുടെ സ്വാധീനം പിൽക്കാലത്ത് വന്ന പല കവികളിലും ഉണ്ടായി. ഈ ചെങ്ങമ്പുഴ എന്നെ സ്വാധീനിക്കരുത് എന്ന് ആഗ്രഹിച്ച പല ആളുകളിലേക്കും ചെങ്ങമ്പുഴ സന്നിവേശിച്ചു എന്ന് ഒരു കാവ്യ ചിന്തയിലൂടെ പ്രശസ്തനായ ഡോക്ടർ സുനിൽ പി ഇളയിടം, ചിന്തയിൽ വെളിച്ചമുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം എൻ്റെ കവിതയിലേക്ക് കടന്നു കയറരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച കവികളുടെ ചിന്തയിലേക്കും കവിതയിലേക്കും പോലും കടന്നു കയറിയ ആളാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹം 37 കൊല്ലം മാത്രമേ ജീവിച്ചുള്ളൂ. 37 കൊല്ലത്തെ ജീവിതകാലം കൊണ്ടാണ് ചങ്ങമ്പുഴ ഈ കാലം അത്രയും കവിതയിലെ വെളിച്ചമായി നിലനിൽക്കുന്നത്. അതുപോലെയാണ് വയലാറിൻ്റെ കാര്യവും. 47 കൊല്ലം മാത്രം ജീവിച്ചിരുന്ന ഒരാൾ 50 കൊല്ലമായി അദ്ദേഹത്തിൻ്റെ മരണം നടന്നിട്ട് ഇപ്പോഴും അദ്ദേഹം കൂടുതൽ വായിക്കപ്പെടുന്നു. നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 47 കൊല്ലം മാത്രം ഭൂമിയിൽ ജീവിച്ച വയലാർ 50 കൊല്ലങ്ങൾക്കിപ്പുറവും ഓർമ്മിക്കപ്പെടുന്നുവെങ്കിൽ അദ്ദേഹം കാണിച്ച കവിതയോടുള്ള ആത്മാർത്ഥതയാണ്, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. സമൂഹത്തെ ഒരു ചാലകശക്തിയായി തൻ്റെ പേന കൊണ്ട് ചലിപ്പിക്കണം എന്നാഗ്രഹിച്ച ഒരു എഴുത്തുകാരൻ്റെ അശ്വമേധമാണ് നമ്മൾ വയലാറിൽ കാണുന്നത്. ഈ 50 കൊല്ലക്കാലത്തിന് ശേഷവും വയലാർ ഓർമ്മിപ്പിക്കപ്പെടുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ കവിതയിലും പാട്ടെഴുത്തിലും വയലാർ ഗർജിക്കുന്നു.